ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അശ്വിൻ ഷാജികുമാറും ആഷിഖുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു യാത്ര പോവാണ് ഗായ്സ്. ഏകദേശം എന്തൊരു നേരം ഉണ്ടാവും യാത്ര? ഒരു 45 മിനിറ്റ്. അപ്പൊ നമ്മള് 2-3 പരിപാടികളായിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആ പരിപാടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അശ്വിൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ആഷിക്ക് ചെറുതായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഷിക്ക് റെഡി ആയില്ലേ? ആഷിക്ക് സെറ്റ്. ഇത് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ്. അപ്പൊ ഞാൻ എല്ലാവരും റെഡി ആയിരിക്കുന്നു. അപ്പൊ അശ്വിന് ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാഞ്ചസ്റ്റർ വരെ പോകണം ഗൈസ്. മാഞ്ചസ്റ്ററിൽ ചെന്നിട്ട് 2-3 ടാസ്ക് ഉണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, എന്റെ ഫോണിന്റെ ബാറ്ററി മാറണം. അപ്പൊ അതിന് വേണ്ടി അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ഫുൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെല്ലുക, ഫോൺ കൊടുക്കുക, ബാറ്ററി മാറുക, തിരിച്ചു പോരുക. പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. അത് ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. അതിന്റെ ചെറിയ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഫോൺ നമ്മളവിടെ ചെന്നിട്ട് എങ്ങനെയായിരിക്കും അവരെ ഡീൽ ചെയ്യുന്നത്, കാര്യങ്ങളും പിന്നെ പോണ വഴിയിലുള്ള ഓരോ വർത്തമാനങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണണം. ഈ വീഡിയോ കാണുന്നവര് വീഡിയോ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാണാം ഗൈസ്. ബൈ. നമുക്ക് വെതസ്പൂണി കയറാം. അവിടെ ഉണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുന്നു ഗൈസ്. അപ്പൊ വണ്ടി കയറിയിട്ട് ഇനി വേണം യാത്ര. അപ്പോൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം വ്ളോഗിലൂടെ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വണ്ടി, പച്ചക്കളർ. ഗൈസ്, വണ്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പറയൂ. ഇത്രയും മനോഹരമായ ഒരു വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര. ഇന്ന് ഞങ്ങള് വണ്ടി വാടകയ്ക്ക് എടുത്താണ് ശരിക്കും. എത്ര രൂപയാടാ വണ്ടിക്ക്? എത്ര രൂപ എടുത്തു? 2000 രൂപ. 2000 രൂപയോ? ഇതാണ് ഗൈസ് ഞങ്ങളിന്ന് പോകാൻ പോണ വണ്ടി. അപ്പൊ പച്ച കളർ ഉണ്ടോ? എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? അപ്പൊ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് 4 ടയർ ഉണ്ട്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ശരിക്കും പോണ വണ്ടി ഇത് നമ്മുടെ വണ്ടിയല്ല. നമ്മുടെ വണ്ടി അതാണ് ബ്ലൂ വണ്ടി. അപ്പൊ ആ വണ്ടിയിലാണ് നമ്മളിന്ന് പോണേ ഗൈസ്. അപ്പൊ ആരോ ഡ്രൈവ് ചെയ്യണ? അശ്വിന് ഓടിക്കണ്ടോ? അപ്പൊ ഞാൻ തന്നെ ഓടിക്കണം. അപ്പൊ അത് ടാസ്ക്കാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഓക്കെ ഗൈസ്, സീ യു ലേറ്റർ. അപ്പോൾ നമ്മൾ ട്രഫോർഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ കാണിച്ചു കൊടുത്താൽ ട്രഫോർഡ് നല്ല രസമുണ്ടല്ലേ? അവിടെ ഒരു ഷോപ്പ്, മാംഗോ പഴം കിട്ടുന്നു. അവിടെ മാങ്ങാപ്പഴം, ബൂസ്റ്റിന്റെ കടയുണ്ട്. -2 ഉണ്ട്, +2 എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് എത്തി. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഐക്കെയർ കണ്ടുപിടിക്കണം. ഐക്കെയർ എവിടെയാണ്, ആപ്പിളിന്റെ സ്റ്റോർ ഏതാണെന്ന് നമ്മള് തപ്പി കണ്ടുപിടിക്കണം. സാംസങ് ഉണ്ട് ഗൈസ്. സാംസങ് നമുക്ക് പറ്റില്ല, കാരണം അത് ഐഫോണിന്റെ കൊച്ചാപ്പായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് പറ്റില്ല. അപ്പൊ നമുക്ക് സ്റ്റോറ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് മുന്നോട്ട് കിടക്കാം. വാ. ഇതിന്റെ അകത്ത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എപ്പോഴും ബിസി ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് സെന്റർ ആണ് അല്ലേ? എന്താ ബിസി? സാംസങ്ങിന്റെ കാണിച്ചെടുത്തേ. സാംസങ് വേറെ ഫാമിലിയാ. സാംസങ് സീന. ആഷിക്ക് വിട്ടുപോട്ടല്ലേ? ഇതിന്റെ ഫോട്ടോ കാണിച്ചെടുക്ക്. മാങ്ങപ്പഴം. ഹായ്. ഇതാണ് ഇൻസ്റ്റഗ്രാം വഴി, റീൽസ് വഴിയൊക്കെ ഫേമസ് ആയ ഒരു മാങ്ങ പഴം. മുമ്പ് കഴിക്കാം. പക്ഷെ ഇപ്പൊ നമ്മളത് പിന്നെ കഴിക്കാം. ആദ്യം നമ്മള് അപ്പോയിന്റ്മെന്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വന്ന പരിപാടിയൊക്കെ ഫ്ലോപ്പ് ആവും. ഇതിന്റെ അകത്ത് നല്ല രസമാട്ടോ. ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമായിട്ട് ഇവിടുന്ന് പോയാൽ മതി. കാശൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചുമ്മാ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ ഇരിക്കാം.
ആ മമ്മൂട്ടിയുടെ അബർകോംബി. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതായത് ഇവിടെ വരിക. ഹലോ ഗൈസ്, നമ്മൾ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷയില്ല നമ്മൾ ഇത്രയും പെട്ടെന്ന് എത്തുന്നത്. അപ്പൊ നമ്മള് ആപ്പിളിന്റെ നമ്മൾ ആപ്പിളിന്റെ സ്റ്റോറിലെത്തി. അപ്പോയിന്റ്മെന്റ് 2:25 ഇപ്പൊ 2:21 ആയുള്ളൂ. ഇനി നമുക്ക് 4 മിനിറ്റ് നമ്മൾ മുമ്പിലാണ് ഇപ്പോഴും. അപ്പോൾ നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ. സോ അകത്ത് കുറച്ച് റഷാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താ പറയണേ നോക്കാം. വാസിക്ക് നമുക്ക് വാ ലെറ്റ്സ് ഗോ. കട്ടിയുണ്ടോ? വാ പോരെ, കട്ടൊന്നും ചെയ്യണ്ടോ? ആ സുഖമായിട്ട് എടുക്കാലോ. ഇത്രയും ക്യാമറ ഇവിടെ ഇരിക്കുന്നു. വീഡിയോയിലിരിക്കണേ. ഓ പൊളി സാധനം. ഇതൊക്കെ ഡിസംബറോ മോനെ ആശിക്ക് പുതിയതായിട്ട് വാങ്ങിക്കാൻ പോണേ ഡിസംബറോ ആണ്. ഓ ഓൾഡ് 3,500 dirhams. സോ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ എല്ലാം നമ്മള് വ്ലോഗിൽ ഉൾപ്പെടെ നമുക്ക് ആദ്യം പോയി അപ്പോയിന്റ്മെന്റിന്റെ ചെയ്യാം. ഞാൻ QR കോഡ് സ്കാൻ ചെയ്തു ഗൈസ്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇനി എന്താ പറയുന്നത് നോക്കാം. Battery. Has your phone been backed up to iCloud? I didn't. I've been here before, obviously, do you know your Apple ID and your password? Sorry? Do you know your Apple ID and your password? I know that, So if you can just go onto your camera for me. On the camera? Yes, and if you can scan in this code, we're just going to get the diagnostic started. Yes. Yeah, just click on that yellow button. Oh yeah, sorry about that. It's just going to start some testing the battery and all of it, just make sure your phone's okay. Alright, okay. Sit on that bench. Oh, thank you very much. Yes. അപ്പൊ ഫോൺ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി ഒരു QR കോഡ് എനിക്ക് തന്നു. അതെന്റെ ഫോണില് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഫോണില് വെയിറ്റിംഗ് ഫോർ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കാം ഗൈസ്. എല്ലാരും ഇരിക്കില്ലടാ, എല്ലാരും ഈ സ്റ്റോർ വലുതല്ലേ ഗൈസ്. അങ്ങനെ ആഷിക്ക് വിഷൻ പ്രോ എടുക്കാൻ പോണ ഗൈസ്. വിഷൻ പ്രോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ആഷിക്ക് കൂടെ മോനെ മോനെ ചെയ്യാനുണ്ട്, കാണാൻ പറ്റണ്ടാവും. അശ്വിനെ മോനെ സീൻ. എന്താണ് പറയാനുള്ളത്? ഇത് വളരെ ഇതാണ്. ഇത് അതിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ ഇതാണ് അത്. അതാണ് ആഷിക്ക് വിഷൻ പ്രോ ട്രൈ ആണ് ഗൈസ്. സീനാണ്. വിഷൻ പ്രോയുടെ ആഷിക്കാണ്. നമ്മുടെ പരിപാടി മദ്യപാനം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ എന്താ ഫുഡ് ആണല്ലത്. അപ്പൊ ശരി, അപ്പത്തേക്കും വൈകുന്നേരമാവും. നിങ്ങൾ ആരും കാണാത്ത, ഞാനാ ബ്ലോഗർവാ, നിങ്ങൾ ആരും കാണാത്ത ട്രഫോർട്ട് സെന്റർ ഞങ്ങൾ കാണിച്ചു തരാം. ആരും കാണാത്ത ട്രഫോർട്ട് സെന്റർ കേട്ടാ. എന്ന് പറയുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാത്ത രീതിയിലുള്ള ഒരു മാഞ്ചസ്റ്റർ ട്രഫോർട്ട് സെന്റർ. 2 പെഗ് അടിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. 2 പെഗ് അടിക്കുമ്പോ ആരും കാണാത്ത മാഞ്ചസ്റ്റർ ട്രഫോർട്ട് സെന്റർ കാണിച്ചു തരാം. 2 പെഗ് അടിച്ചാൽ പിന്നെ നമ്മൾ ഓണാവും. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ കണവണാന്ന് എന്താ പറയാൻ പറ്റും. ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് മോനെ നോക്കി ഇവരുടെ ഒരു അന്ത്യകാല പ്രണയം.
ഇതൊക്കെ എത്ര കൊല്ലത്തെ പ്രണയം അറിയോ? അപ്പൂപ്പനെ അമ്മൂമ്മനെ ആ അവരെ വീൽ ചെയർ കാണാ, ആ അമ്മാമ്മക്ക് നടക്കാൻ പറ്റില്ലെങ്കിലും കണ്ടിട്ട് ആ അമ്മൂമ്മനെ ആ ഒരു ലവില് ആ ഒരു കളങ്കമില്ലാത്ത പ്രണയാണ്. കളങ്കമില്ലാത്ത പ്രണയം അത് ഈ പ്രായത്തിലും വന്നിട്ട് കണ്ട കൊച്ചുമോനായിട്ട് വന്ന് ചെയ്യണെങ്കിൽ ഞാൻ വലിയ വർത്താനാ. അടിക്കണേ. മൂന്ന് ബിയർ ഓർഡർ ചെയ്യാൻ പോകുന്നു ഗൈസ്. നമുക്ക് കഴിഞ്ഞ ക്രിസ്മസിന് നമുക്ക് തലക്ക് പിടിച്ചാറാണ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചോണ്ടിരിക്കും. നമുക്ക് 2-3 അടിക്കണമെന്നുണ്ടെങ്കിൽ അമ്മാരി കിളിയാവും നമ്മള്. എന്റെ ബാഗുമ്പോ തൂക്ക് അതായത് നമുക്കൊരു ക്രഷ് അടിക്കുന്ന ഒരു ബിയറാണ്. കാരണം മഹേഷിന്റെ ക്രഷ് ബിയറിനോട് കേട്ടാ, ഇരുമ്പിനും ബിയറിനും പ്രണയിച്ചു, വളയത്തെ പ്രണയിച്ചവരായിട്ട്. നല്ല രസം, നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് ആ ബിയറിന്. ആ ഒരു തരിയും പിടിച്ചിറങ്ങുമ്പോ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. വേണ്ടവരും അടിച്ചടിക്കാനില്ല, വാങ്ങിച്ചടിക്കാലോ. പക്ഷെ നമ്മൾ അലമ്പ് ഉണ്ടാക്കരുത്. ഇവിടെയൊക്കെ അച്ഛനമ്മമാരെ കൂടെ വന്നിരുന്നേ. Hi bro, you alright? Can I have free pungai beer please? The Brewdog. Yeah, the Brewdog pungai beer, yeah. Brewdog നെയാ. അതവിടെ. Yeah, that'll do. Yeah. Car please. കട്ട് ചെയ്തു. നമുക്ക് ഓർഡർ കൊടുത്താൽ മതി. മഹേഷ് നമുക്ക് വേണ്ടി പുങ്കൈപ്പി മേടിച്ചെന്നിരിക്കുകയാണ് ഗൈസ്. അല്ല, ഇന്ന് മഹേഷിന്റെ കാർഡ് നമ്മള് വട്ടപ്പൂജ ആക്കിട്ട് പോകേണ്ടി തിരിച്ച്. ആരാ? മുത്തിന്റെ കട ആളിയാ പോയി. മുത്തിന്റെ ചെലവാണ് ഗൈസ്. മുത്തു നീ ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ സൈഡിലാണെങ്കിൽ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാ. ഇവിടുത്തെ ബിയറൊക്കെ തന്നെ. ഇതിന്റെ പേരെന്തെന്ന് അറിയാവുന്നവര് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ പേരല്ല, ഇതിന്റെ പേര് മെഷീന്റെ പേരെന്താന്ന് അറിയാണെങ്കിൽ കറോണ. എടാ പോടാ. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡിലുള്ള ബിയറുകൾ നമുക്ക് ഒരു പൈപ്പിൽ നിന്നാണ് വരുന്നത്. ആ ഒരു സാധനത്തിന് ഒരു പേരുണ്ട്. അറിയോ ഇതിന്റെ പേരെന്താ? എനിക്കറിയില്ല, അതല്ല ഞാൻ ചോദിച്ചത്. പറഞ്ഞതാ. പൂങ്കാപ്പിയും നിറഞ്ഞു വരുന്ന കാണാൻ തന്നെ ഉണ്ട്. ഈ മണ്ടന്മാരോട് പോയി മൈക്കൻ്റെ അല്ലേ, ഇവന്മാരോട് വർത്താനം പറ്റുന്ന കാര്യം. മൈക്കൻ്റെ അശിക്ക് നീ ഇതിനകത്ത് സിനിമാറ്റിക് ആണോ? അല്ലല്ലോ. 0.5 ഒക്കെ എടുത്തോ? 0.5 കിട്ടോ? ആണോ? സമയം നമ്മളിടയ്ക്കൊക്കെ അങ്ങനെ നല്ല രസമുള്ള പൊങ്കാപ്പി. അവന്റെ തലമുടിയിലെ സ്റ്റൈലുണ്ടോ? എമ്മാതിരി സാധനം. അവനെ കാണിച്ചെടുത്ത നൈസില് അമ്പോ ഫ്രീക്കടാവ്. തലയില് പടിയൊക്കെ വെച്ച് ചെമ്പിൽ നിന്ന് ഇത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ബിയർ അടിക്കാനുള്ള അതന്നെ ചേട്ടാ. ഒരെണ്ണത്തിൽ പതിയാണല്ലോ ചേട്ടാ. താങ്ക് യു. നമുക്ക് എടുത്ത് പോവാം. ഇരിക്കാം. ഓ ആശിക്ക് രൂപിച്ചു. കുറച്ച് ഇതായി ബോറടിക്കില്ല. അപ്പൊ cheers. അപ്പൊ നമ്മള് വേറെ അങ്ങനെ തന്നെയാണോ? ഇപ്പൊ എല്ലാം സെയിം ആയില്ലേ? എനിക്കില്ലല്ലോ. അപ്പൊ നമ്മള് പഠിക്കുന്ന പറഞ്ഞ അന്തസ്. എന്ത് നല്ല ബിയർ. പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. ഈ ബിയർ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യൻ പൈലല്ലത്, ബ്രൂഡോഗ് ആണത്. ഇന്ത്യൻ പൈലല്ല. പൈലും മൈല മൂലക്കുരു പൈൽസ. അതിനെ പൈലെന്ന് പറയാ. ഇന്ത്യൻ പൈൽ എന്നല്ല, ഇന്ത്യൻ പെയിലേ. ശരിയാ. അപ്പൊ ഗൈസ് നിങ്ങൾ അടിക്കുന്ന ബിയറാന്ന് പറയാ. എല്ലാവരും നിങ്ങൾ അടിക്കുന്ന ബിയർ എന്ന് കമന്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ബിയർ അടിക്കാനൊന്നും ആരെയും നമ്മള് എന്താ പറയാ പ്രമോട്ട് ചെയ്യണം. അത് തന്നെ. പക്ഷെ ഒരിക്കലും നമ്മൾ അത് പ്രമോട്ട് ചെയ്യുന്നില്ല. ലൈഫ് അത് കുടിക്കുന്നവർക്ക് കുടിക്കാം, കുടിക്കുന്നവർക്ക് കുടിക്കേണ്ട. സോ ആ ഒരു രീതിയിൽ എടുക്കണം. അതുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു ബാഡ് കമന്റ്സും കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. സോ ഗൈസ്
Cheers. ഇനി നമുക്ക് ബീർ അടിച്ച് കുറച്ച് വായി നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഗൈസ്. ഓക്കെ, അത് തന്നെ. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? അപ്പൊ നമ്മള് 7:30 വരെ നിക്കണം, അതാണ് ടാസ്ക്. 7:30 ആയിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴാണ് ഫോൺ കിട്ടുള്ളൂ. അതിന് ഫോണും സിമ്മും എല്ലാം വരലാണ് ഗൈസ്. എനിക്കറിയില്ല എന്താ പറ്റുള്ളൂ. നമ്മൾ ആദ്യത്തെ ടാസ്ക് തീർത്തു, ഫോൺ കൊടുത്തു. ഞാൻ ഫോൺ വാങ്ങിച്ചിട്ടൊരു 2 വർഷത്തോളം അടുത്തായി. 2 വർഷത്തിനുള്ളിൽ ഫോൺ ഞാൻ ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് അല്ലാത്തതുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡൗൺ ആയി. സോ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് നിങ്ങളൊരു ഫോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ആപ്പിളിൻ്റെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോൺ പുതുതായിട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ 80% മേളിൽ ആയതിനു ശേഷമാണ് ആ ഫോൺ ചാർജർ കേബിളിൽ നിന്ന് ഈ സാധനം റിജക്ട് ചെയ്യാമുള്ളൂ. എപ്പോഴും 80% മേളിൽ നമ്മൾ ചാർജ് കഴിഞ്ഞിട്ട് കേബിൾ ഊരുക. പിന്നെ ഒരിക്കലും 20 താഴെ പോകാണ്ട് നോക്കുക. പിന്നെന്താ നോക്കണ്ടേ? പിന്നെ ചാർജ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചാർജ് കുത്തിയിട്ടുണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ നോക്കുക. പിന്നെന്താ, സെയിം കേബിൾ തന്നെ യൂസ് ചെയ്യുക, ഡിഫറെൻറ്റ് കേബിൾസ് യൂസ് ചെയ്യാണ്ട് അവർ തന്നെ പറഞ്ഞാൽ അവർ തന്നെ കേബിൾസ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്കൊരു 6 years വരെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. 2 years ആണ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വളരെ റഫായിരുന്നു യൂസ്. സോ ഇതൊരു ബാറ്ററി കുറക്കാൻ വേണ്ടി നമ്മൾ ഐഫോണിന് വേണ്ടി നമ്മൾ ചെറിയ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഐഫോൺ നമ്മളെ മൈൻഡ് ചെയ്യില്ല, പക്ഷെ എന്നാലും പൈസ കൊടുത്തിട്ടാണ് ഗൈസ് ഞാൻ ചെയ്യണത്, ഫ്രീ ആയിട്ടൊന്നുമല്ല. ഒരു നാൾ പട്ടണടിച്ച പൊട്ടിന് പോയി. അപ്പോൾ ഗൈസ് ബിയർ റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം ഗൈസ്. ജീവനുണ്ടെങ്കിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ. കഴിച്ച് നീ കട്ട് ചെയ്തോളാം. അപ്പൊ നമുക്കിങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ നോക്കാൻ പോണത്, നമ്മൾ 2 പരിപാടി എന്ന് പറഞ്ഞു തുടങ്ങിയ, പക്ഷെ നമ്മളത് 3 പരിപാടി ആക്കുക. നമ്മൾ ആദ്യം നമ്മൾ ഫോൺ കൊടുത്തു, രണ്ടാമത് ബിയർ അടിച്ചു, മൂന്നാമത് ഫിറ്റ് ചെക്ക് ആണ്. നമ്മൾ 3 പേരാണ് ഒന്ന് വന്നത്. അപ്പൊ നമ്മൾ 3 പേരും കൂടി ഫിറ്റ് ചെക്ക് ചെയ്യാൻ പോകണം. നമുക്ക് പല പരിപാടികളുണ്ട്. അത് നമ്മൾ ഇപ്പൊ റിവീൽ ചെയ്യില്ല, അത് വേറെ കഥ. അപ്പൊ നമ്മളിന്ന് മഹേഷിനെ തുടങ്ങാൻ. മഹേഷ്, ഇന്നത്തെ മഹേഷിന്റെ ഔട്ട്ഫിറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ജാക്കറ്റ് വെയർ ചെയ്യുന്നുണ്ട്, നോർത്ത് ഫേസിന്റെ 700 ജാക്കറ്റാണ് വെയർ ചെയ്യുന്നത്. പിന്നെ ഒരു ഹുഡിയാണ് ഞാൻ വെയർ ചെയ്യുന്നത്. എന്താണ് ഹുഡിയാ? ഹുഡി ഉണ്ടോ? എസെൻഷ്യൽ ഫിയർ കോഡ് കൊടവേറെ തള്ളിണ്ടെന്നാലും കുഴപ്പമില്ല ഗൈസ്. പിന്നെ എൻ്റെ ഉള്ളത് ഒരു പാൻസ് ആണ്. ഇതിന്റെ പേരെന്താടാ? ആർട്രിക്സിന്റെ ഒരു പാൻറ്. പേരെന്താടാ അവരോട്? പിന്നെന്താ ഇതിന്റെ പേരെന്താ? ജോർഡൻ ഫോർ മിലിറ്ററി ബ്ലാക്ക്. അപ്പൊ ഇതാണ് എന്റെ ഗൈസ്. പിന്നെ ഞാൻ അകത്തൊരു അണ്ടർ പാൻസ് ഇട്ടിട്ടുണ്ട്. അത് ഏതാന്ന് അത് വേണ്ടല്ലോ, കൊള്ളാം. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ ഏകദേശം കോസ്റ്റ് വരുന്നത് ഏകദേശം ഞാൻ പറയാം, ഏകദേശം മോർ ദാൻ എ ഗ്രാൻഡ് ആയിരിക്കും. എല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ ഒരു മോർ ദാൻ എ ഗ്രാൻഡ്. അത് ഇറക്കും. അപ്പോ അടുത്തായിട്ട് നമ്മുടെ ഫിറ്റ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും നമ്മുടെ സഹപാഠിയുമായ നമ്മുടെ കൂട്ടുകാരനാണ്. പേര് പറയും? അശ്വിൻ അച്ചു എന്നാണ് പേര്. ശരിക്കുള്ള പേര് അശ്വിൻ ഷാജികുമാർ എന്നാണ്. അപ്പോ അശ്വിന്റെ നമുക്ക് മേളിൽ നിന്ന് തുടങ്ങാം. അശ്വിൻ വച്ചിരിക്കുന്ന ഗ്ലാസ്, അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഗ്ലാസിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഗ്ലാസ്, കിട്ടില്ല ഗ്ലാസ്. ഞാൻ വെച്ചു നോക്കി. എന്റെ രസം എന്ന് പറയാം, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെ എവിടെ പോയാലും UV ഇതിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ആണ്. കാരണം നല്ലൊരു ഗ്ലാസ് ആണ്. കാരണം ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞോ? ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. പേര് പറയില്ല, കാരണം അശ്വിന് മാത്രമായിട്ട് ഞാനിടുന്നത് എല്ലാവരും ഇട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഏത് ഓട്. ഓക്കെ, അപ്പൊ ഗ്ലാസ് അങ്ങനെയാണ്. പിന്നെ ടോപ്പ് ഞാൻ പറയാം. ടോപ്പ് ഹുഡി ബ്രാൻഡ് ഏതാണ് ഹുഡിയുടെ? ഒരു ഓവർ വെയിറ്റ്, അതായത് ഹെവി വെയിറ്റ് പ്ലെയിൻ ഹുഡിയാണ്. പ്ലെയിൻ ഹുഡിയാണ്, അതായത് വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഹുഡി, പക്ഷെ നല്ല കട്ടിയില്ല, നല്ല കിട്ടുന്ന ഒരു ഹുഡി. ഹെവി വെയിറ്റ്, ലുക്സ് നൈസ് ആൻഡ് ഇറ്റ്സ് ബോക്സി ഫിറ്റ് ആണ്. നല്ല. പിന്നെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു കണ്ടോ? നേരെ കിടില സാധനമാണ്. പിന്നെ പാന്റാണ്, കാഹറ്റിന്റെ കാഹറ്റിന്റെ ഒരു പാന്റാണ് ഗൈസ്. അതായത് നല്ലൊരു ഡെനിം വാഷ്ഡ് ജീൻസ് ആണ്. It looks nice and it's good. Come on guys. Lost and found Chicago Lost and Found ആണ് കാൽമ വന്നത്. ജോർഡന്റെ ഡാഡി എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നും മൈക്കിൾ ജോർഡൻ കൊടുത്ത ഫസ്റ്റ് പേര് നമ്മളതൊന്നും പറഞ്ഞില്ല. സോ
ചിക്കാഗോ ലോസ് ആൻഡ് ഫൗണ്ട് ആണ് കാലുമുള്ളത്. കാലിലുള്ളത്. പിന്നെ പിന്നെ ഇന്റീരിയറിലുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അടിപൊളി. ഞാൻ പറയും ക്രിസ്ത്യാനോ റൊണാൾഡോ അരയിലുണ്ട് ക്രിസ്ത്യാനോ. ഉള്ളിലുണ്ടെന്നല്ല പറയാ, പക്ഷെ നമ്മൾ ഉള്ളിലല്ല, നമ്മള് അരയെ പിടിച്ചോണ്ട് നടക്കാണ്. അതാണ് ചങ്കിലാണ് വെക്കേണ്ടത്, പക്ഷെ നമ്മൾ അരയിൽ വെച്ചു. പിന്നെ ഒരു ബാഗ് ഉണ്ട്, കിട്ടുവാണെങ്കിൽ പറക്കാൻ വേണ്ടിട്ടുള്ള ഒരു ബാഗാണ്. തിരിഞ്ഞ് ബാഗ് നോക്കട്ടെ, ബാഗ് അത് തന്നെ ഒരു ചെറിയൊരു ബാഗ് ഫാഷൻ. അത് ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാന്ന് എനിക്ക് തോന്നുന്നത്, കാരണം പേര് ഫാഷനാണ്. പിന്നെ ഇതൊക്കെയാണ് അശ്വിന്റെ ഔട്ട്ഫിറ്റ്. പിന്നെ കുറെ റിങ്സും കണ്ണട, അതായത് പിന്നെ ഒരു കമ്മല്, ഒരു പൊട്ടോണ് തൊട്ട സെറ്റാണ്. എറണാകുളത്ത് മറ്റേ MG റോട്ടിൽ വെച്ചിട്ട് കൈ കൊട്ടു നല്ല സെറ്റാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ രണ്ടൊരു ഔട്ട്ഫിറ്റ്. ഇനി ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന ഞങ്ങളുടെ സുഹൃത്തിന്റെ ഔട്ട്ഫിറ്റാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അടുത്തതായിട്ട് വീഡിയോയിൽ നമ്മുടെ പേര് പറയും, ആഷിഖ് പ്രേം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്ത്. എന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മേളിലിടാനായിട്ട് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മേട്ര. താങ്ക് യു ഗൈസ്. പിന്നെ അതിന്റെ ഉള്ളില് ചുമ്മാ ഒരു കാർഡിഗൻ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, ജമ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാം, അങ്ങനെ പറയാം. പിന്നെ അടിപൊളി സാധനമാണ്. താങ്ക് യു. പിന്നെ നൈക്കിന്റെ ഒരു ട്രാക്ക് സ്യൂട്ട്. പിന്നെ അതിന്റെ അടിയിൽ നമ്മുടെ വൈറ്റ് തണ്ടർ ആയിരുന്നു ഗൈസ്, വൈറ്റ് തണ്ടർ. ആഷിഖിന്റെ ഔട്ട്ഫിറ്റ് എല്ലാം ഒരു എന്താ പറയുക, ഒരു യുണീക്ക് ആണ്. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് വന്നു, ഞങ്ങൾ ഇട്ടണ ഡ്രസ്സൊക്കെ കുറെ ആൾക്കാർ ഇട്ടണ കണ്ടു. പക്ഷെ ആഷിഖിന്റെ ഈ ഒരു കോസ്റ്റ്യൂം, ഒരു സെൻസ്, ഈ സാധനം വേറെ ആരും ഞങ്ങൾ കണ്ടില്ല. കാരണം ഇതൊരു യുണീക്കാണ്. കാരണം ഇത് ആഷിഖ് കസ്റ്റമൈസ് ചെയ്ത് ആഷിഖ് തന്നെ, കാരണം ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആരെയും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ മെയിൻ ഒരു കാണാത്തതിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, അല്ല അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇത് പുറത്താരേലും ഇല്ല, എക്സ്ക്ലൂസീവ് സാധനമാണ്. സോ അതുകൊണ്ട് അതായത് ഇന്നിപ്പോ നമ്മുടെ ആഷിഖിന്റെ കോസ്റ്റ്യൂമിനെ പറ്റി ഇനി നമ്മൾ അതിന്റെ എന്താണ് അതിന്റെ പേര്, മെട്ര. ഇതാണ് മെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ഇതിന് മൊത്തം ഏകദേശം എത്ര രൂപ, ഇന്ത്യൻ മണി എത്ര വരുമെന്നൊന്ന് എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഏകദേശം പറഞ്ഞാൽ മതി. അതായത് എസ്റ്റിമേറ്റ് മൊത്തം പറഞ്ഞാൽ മതി. എബോ 2 ആണോ അതോ എബോ 1 ആണോ? ഈ ഫീസിന് മാത്രം നമുക്ക് ഏകദേശം ഒരു ഓവറോൾ മതിയോ? അതായത് ബിറ്റ്വീൻ ഇത്ര എമൗണ്ടിൽ ഉള്ളിലാണ് മൊത്തം ഏകദേശം ഒരു 1000 അടുത്ത് വരുമായിരിക്കും ഗൈസ്. 1000 അതായത് ഏകദേശം ഒരു 1 lakh rupees. ആഷിഖിനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1,00,000 ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 lakh rupeesന്റെ മേളിലുള്ള സാധനങ്ങൾ ആഷിഖിനെ ഇപ്പൊ പിടിച്ചുകൊണ്ടായി കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക് തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സോറി, ഈ വീഡിയോക്ക് ശേഷം മിസ്സാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഈ ചെറിയൊരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇവനാണ് PP വായിക്കുന്ന പപ്പു, ഇവനാണ് ഷെയ്ക്കാൻ തരാൻ നിൽക്കുന്ന ബോച്ചെ, പിന്നെ ഇത് നമ്മുടെ സ്വന്തം സഞ്ജു, ഇത് നമ്മുടെ സ്വന്തം മറ്റേ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന പുള്ളിയുടെ പേരെന്നാടാ പേരെന്നാടാ അർജിത് സിംഗ് അല്ലല്ലോ. ഓ മറ്റേ ഇതൊക്കെ ചെയ്യണേ. ഓ ആളേനാണ് ഇത്. പിന്നെ ഇതാണ് നമ്മുടെ കൊമ്പ് രവി, നമ്മുടെ പാട്ട് പാടുന്ന കൊമ്പ് രവിയാണിത്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പൊ ഇവർക്കൊക്കെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാ ദിവസവും വേണ്ട വാ പൊളിച്ചിരിക്കുന്നു. ഇവനൊക്കെ വിശക്കുന്നിട്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താല്ലേ? സോ അപ്പൊ നമ്മള് ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോണ നമ്മുടെ വ്ളോഗിലുണ്ടാവും. അപ്പൊ ഫുഡ് കഴിച്ച് എന്താണ് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്താണ് ഗൈസ്. സോ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ കാണാം. അതിന് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മറക്കരുത്, 7 o'clock, അതായത് 7 മണിക്കാണ് നമ്മുടെ ഫോൺ നമുക്ക് കിട്ടുന്നത്. ഫോൺ പടച്ചോൻ അറിയാതെ കിട്ടുമോ എന്തായാലും തന്നവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു കൂട്ടുകാരൻ ഉണ്ട്, നമുക്ക് അവന്റെ പേര് വയ്ക്കാൻ പോയി. സാറില്ല പോട്ടെ, സാറില്ല. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ബൈ. നമ്മൾ ഓർഡർ ചെയ്ത് ബക്കറ്റ് ബിരിയാണി അല്ലേ? ചിക്കൻ ബക്കറ്റ് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷെ നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ കിച്ചൺസ് ആയതുകൊണ്ട് അവർ
അലൗഡ് അല്ല. ഏഷ്യൻ 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 ഇതൊരു മിക്സ് സ്റ്റോറാണ്. അപ്പൊ അതിനകത്ത് ഒന്ന് നമ്മൾ ബിരിയാണിയും ഫുഡ് ഓർഡർ ചെയ്ത് നമ്മളിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലേ? 2 മുട്ട, 2 മുട്ട, ചിക്കൻ 65 ഉണ്ട്, പിന്നെ 4 ബിസ്ക്കറ്റ് ഉണ്ടെന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മളൊരു നല്ലൊരു വൈബായിട്ടൊരു എസ്തെറ്റിക് പ്ലേസിൽ നമ്മൾ ഇരിക്കുന്നത്. എല്ലാം കാണിച്ചു കൊടുത്തേ. 2 ചിക്കുകൾ ഇരിക്കുന്നു അവിടെ. എന്നാലും കുഴപ്പമില്ല. നല്ല ചേച്ചിമാർ അപ്പുറത്തിരിക്കുന്നുണ്ട്. ചിക്ക് കട നമ്മൾ ചേച്ചിമാരെന്നാണ് പറഞ്ഞത്. കാരണം ചിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമ്മൾ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്താൽ നമ്മൾ ചിക്കുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു ഇതാണ് മനസ്സിലായതാണ്. അവർക്ക് തന്നെ തോന്നുന്നു നമ്മളെയാണ് പറയുന്നത്. കാരണം നമ്മളൊരു ഇത് കൊടുക്കുമ്പോ ഒരു കോംപ്ലിമെന്റിൽ കൊടുക്കണവർക്ക് ഏത് എങ്ങനെ. അപ്പൊ മഹേഷ് ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. മഹേഷിനെ നമ്മൾ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. മഹേഷിനെ കാണിച്ചാ മഹേഷ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹലോ മഹേഷ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഞാനും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. മഹേഷും ഭാര്യയും വന്നിട്ടുണ്ട്. ഞാനും ഭാര്യയും കൂടെ ഇവിടെ ഒരു പ്രാവശ്യം നാളെ വരും പ്രാവശ്യം വന്നിട്ടുണ്ട് കഴിച്ചു. ഞങ്ങളന്ന് വന്നിട്ട് ഞാനെന്തോ പൊറോട്ടയും വരുന്ന സാധനം കഴിച്ചത്. അവളെന്തോ മട്ടൻ ബിരിയാണി കഴിച്ചേ. പക്ഷെ അത് ഒരു ബിരിയാണി പറഞ്ഞിട്ട് കഴിച്ച് തീർന്നില്ല. ഞാൻ പറഞ്ഞ ഫുഡും തീർന്നില്ല, അവള് പറഞ്ഞ ഫുഡും കഴിച്ചില്ല. കാരണം വലിയൊരു ക്വാണ്ടിറ്റിയിൽ അവർ തന്നെ ഫുഡും കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു. ബീഫ് കറി എന്തോ വാങ്ങിച്ചു കുഴപ്പമില്ലായിരുന്നു. പൊറോട്ട ബീഫും ബിരിയാണിയും കഴിച്ചു. അങ്ങനെ വാങ്ങിച്ചു. പക്ഷെ ഞങ്ങളത് മൊത്തം കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഞങ്ങളത് പാഴ്സല് വീട്ടിൽ കൊണ്ടിരുന്ന് കഴിക്കുകയാണ്. മലയാളത്തിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങളവിടെ ഇത് കുറെ കിച്ചണൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ കോമൺ ആയിട്ടിരുന്ന് കഴിക്കാം. മറ്റേ നമ്മുടെ നാട്ടില് ലുലുവിലൊക്കെ പോകുമ്പോ അവിടെ ഫുഡ് കഫേ ഇല്ല. അവിടെ നമുക്ക് സ്റ്റോർ ഉണ്ട്, നമുക്കവിടെ ഫുഡ് വാങ്ങിക്കാം. കുറെ ടേബിൾസ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നിങ്ങളിപ്പോ കാണണമെങ്കിൽ ഇവിടെ കുറെ ചൈനീസിന്റെ കാര്യങ്ങൾ, ഇവിടെ മലയാളിക്കട, പല ഒരു മലയാളി കടയുണ്ട്, പിന്നെന്താ കുറെ ചൈനീസ് ഫുഡ് ഉണ്ട്, തായ്, പിന്നെന്താ എല്ലാം മിക്സ് ചെയ്ത ഒരു കുറെ സ്വീറ്റ്സ് വേണമെങ്കിൽ സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സ് ഉണ്ടോ? ഞങ്ങള് ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്തു. ഫ്രഷ്ലി ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്തു. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങള് ഫുഡിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഫുഡ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാൻ ഗൈസ്. ബൈ. അപ്പൊ നമ്മള് ഓർഡർ ചെയ്ത ഫുഡ് ആ ചേട്ടൻ കൊണ്ടു തന്നു. ആ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ. അപ്പൊ നമുക്ക് ഫുഡ് കൊണ്ടുവരുന്നത് നമ്മുടെ ബക്കറ്റ് ബിരിയാണി. ഇതാണ് ബക്കറ്റ് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത. ഒരു ഫുൾ ബക്കറ്റിൽ നിറച്ച് ബിരിയാണി, പപ്പടം, പിന്നെ 2 പപ്പടം, 3 പ്ലേറ്റ് തന്നു നമുക്ക് കഴിക്കാൻ, പിന്നെ സാലഡ്, പിന്നെ അച്ചാർ. ഇത്ര സാധനമാണ് നമുക്ക് തന്നെ. ഫുഡ് തുറന്നു നോക്കാം. ശേഷം അൺബോക്സ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആദ്യം കൊള്ളാട്ടല്ലേ? ഫുഡ് 3 പ്ലേറ്റ് തന്നിട്ടുണ്ട്. 3 പ്ലേറ്റും പപ്പടവും. ഇതാണ് സാധനം കൊള്ളാട്ടല്ലേ? അതായത് ഇത് ഇവര് തന്നേണ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്. കാരണം എന്താ പറയാ, ഇതൊരു ഗുഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ഐഡിയ ആണ് ഗൈസ്. നമുക്ക് ഒരു കിച്ചണ് ഒരു ടേബിളൊന്നും അല്ല, കുറെ കിച്ചണ് കുറച്ച് ടേബിളുകൾ. അതായത് നമുക്ക് എന്താ പറയാ, ഒരുപാട് ബിൽഡിംഗ് സൈറ്റും കാര്യങ്ങളും നമ്മുടെ ഇവിടെ കുറെ പാർക്കിങ്, ഇത്രയും പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. ഇവിടെ ഇത്രയും ടേബിളുകളുണ്ട്, ഒരു കുറെ കിച്ചണുകൾ. പക്ഷെ നൈസാണ്. ഓരോരോ റെസ്റ്റോറന്റിൽ നിന്നുള്ള ഓരോരോ ടേക്ക് അവേ എന്നുള്ള ഫുഡ് ഇവിടെ കൊണ്ടുതരും, നമുക്ക് കഴിക്കാം. അവിടെ ബിന്നുണ്ടാവും, ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഇടാം. അങ്ങനെ സെറ്റപ്പാണ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കണ ഞങ്ങൾ കാണിക്കുള്ളൂ. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചൂടുള്ള ചിക്കൻ അവിടെ ഇത്രയുള്ള അതിന്റെ ഉള്ളില് വേറെ പീസ് ഉണ്ട്. ആണോ? ഓരോന്നും തരും. അതൊന്നും തരും. കറിയോ നല്ല കിഡിലൻ ഡീസെറ്റ് കട്ടത്തൈര് സാധനം. അച്ചാറ് ടേസ്റ്റ് നോക്കി. അച്ചാറിന്റെ ടേസ്റ്റ് നോക്കി. മാങ്ങാക്കറി. മുട്ട എടുക്ക്. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഫുഡ് കഴിക്കണം. നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്നു. നമ്മുടെ ബക്കറ്റ് കാലിയായി. ഫുഡ് പരിപാടിയൊക്കെ നമ്മൾ ഫുഡ് തീർന്നു. നമ്മളപ്പോ ഇതുണ്ടോ നമ്മൾ കഴിച്ച ഫുഡ്, നമ്മുടെ ഫുഡിന്റെ പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പൊ ഫുഡ്
ഫുഡ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല ഫുഡാണ്. ഫുഡ് തീർത്തുല്ലോ, ഫുള്ള് നിങ്ങൾ തിന്നില്ലല്ലോ. അപ്പോ ഇത്തരം അതൊരു നല്ല റിവ്യൂ. ഒരു 100-ൽ 100 പറയാൻ പറ്റില്ല. അത് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണോ 100-ൽ എപ്പോഴും 100. അത് ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരു 10-ൽ 7.5 ആ ഒരു സ്കോറൊക്കെ കിട്ടും. കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്യാം. വിശക്കുമ്പോ ഒന്ന് ട്രൈ ചെയ്യാം. അതേപോലെ നമ്മുടെ ഇംഗ്ലീഷുകാരൻ അപ്പുറത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്, പൊതിച്ചോറ് തരുന്നുണ്ട് പുള്ളി മടമിടാതെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫുഡ് വന്ന സമയത്ത് ഞാൻ സംസാരിച്ചു പുള്ളിയോട്. പുള്ളി അപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്നാലും ഒന്നുകൂടി ഓണസ്റ്റ് റിവ്യൂ ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് പുള്ളിയോട് ഫുഡ് ചോദിച്ചു, ഫുഡ് എന്നാന്ന് ചോദിക്കാം. പശുവിനോട് ചോദിക്കാൻ Very good. We had biryani. Yeah, in a bucket. Yeah. Yeah, chicken in it. Chicken and salads, yeah. It's too much, is it? Yeah. Oh yeah, you need like 3 people. Yeah, nice. I've tried there's one place called Hong Kong Boiling Noodles. Chinese. Like the noodle soup, but it's closed on a Monday. So, but last time I came here, I saw that the Kerala place. Oh yeah. It's my first time. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമുക്ക് കിട്ടി. ഫോൺ ബാറ്ററി റീപ്ലേസ് കിട്ടി. ബാറ്ററി എകദേശം എത്ര രൂപ? എത്ര രൂപ? ഒരു 95 ഉണ്ട്. 98 ഉണ്ട്. അത്രയായി. എന്നിട്ട് നമ്മുടെ ബാറ്ററി എടുത്ത് 100% ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അവർ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു. നല്ല രീതിയിൽ ഒരുപാട് കുത്തിയിട്ട് എന്താ പറയാ, ഒരുപാട് കുത്തിയിട്ടല്ല, എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അവർ പറഞ്ഞു ഒരു 80% മേളിൽ എപ്പോഴും ചാർജ് ചെയ്യണം. അത് കിട്ടാണ് ചാർജ് ചെയ്യുന്ന വരാമുള്ളൂ. അതൊക്കെ ഒരു നല്ല ഇതിനു വേണ്ടി കുറെ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ആപ്പിളിന്റെ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോൾ ഉള്ളത് ബൂട്ട്സിനാണ്. ബൂട്ട്സിന് നമ്മള് പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ നേരത്തെ ഡിസ്ക്ലോസ് ചെയ്ത് ഞാൻ ബൂട്ട്സിന് നമ്മൾ വാങ്ങിക്കാൻ പ്രോട്ടീൻ പൗഡർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുകൊണ്ട് കാര്യമില്ല. അത് 21, ഇതിനെത്രയാ? 28. ഇതിനാകുമ്പോ 25 ഓഫർ ഉണ്ടോ? പക്ഷെ അതില് ഇത് കുറവാ, കിലോ കുറവാ. എന്ത് കിലോയാ? തൂക്കം കുറവാ. പക്ഷെ ഇതിന് എന്നാ വില ആയിരിക്കുമോ? അതിലെന്തോ 1.5 കിലോ ഉണ്ടോ? ഇത് വാങ്ങിക്കാം, ഇത് വാങ്ങിക്കാം. മേടിക്കാണ് മേടിച്ചിട്ടോ വാങ്ങിച്ചിട്ടോ. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയോ വൈറ്റമിൻ C3 ഒക്കെ മേടിക്കാം. വേറെ എന്തൊക്കെയാ നോക്കണ്ടേ? എണ്ണ ആണോ? മഹേഷിന് എന്തോ ബീട്രൂട്ട് എക്സ്ട്രാക്ടോ. ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കണ്ടല്ലോ. ഇന്നത്തെ നമ്മൾ ഡേ ഔട്ട് കഴിഞ്ഞു. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് നമുക്കൊരു മെയിൻ പരിപാടി ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് വിറ്റ് അത് സീക്രട്ടാ. അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ആ ടാസ്ക് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. പക്ഷെ ഇവിടെ ബാക്കി കൊണ്ട് ടാസ്ക് നടന്നു കൊണ്ട് നിങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് മറ്റേ ബെല്ലൂട്ടല്ലേ. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.